ഓക്കെ, അടുത്ത ടോപ്പിക്ക് എം ടി സെറ്റ് എന്ന് പറയുന്നതാണ്. എന്താണ് എം ടി സെറ്റ്? അതായത് സെറ്റ് എ, എക്സ് ഈസ് എ സ്റ്റുഡൻറ് ഓഫ് ക്ലാസ് X1 പ്രസന്റ്ലി സ്റ്റഡിങ് ഇൻ സ്കൂൾ. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും? അപ്പം നമുക്കിപ്പം ഒരു സ്കൂളിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എത്ര പേര് സ്റ്റഡി ചെയ്യുന്നുണ്ടോ നമ്മൾ നോക്കുക. അപ്പം നമുക്ക് ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് തന്നെ വന്നാലും അതിൽ കിട്ടും. നമ്മൾ ഓൺലൈനിലാണ് പഠിക്കുന്നതെങ്കിലും രജിസ്റ്റർ ചെയ്ത് നമ്മൾ എന്തായിരിക്കും, സ്കൂളിൽ ഇരുന്ന് ആക്റ്റീവായിട്ട് നമ്മൾ പഠിക്കുന്നില്ല, നമ്മളിത് ആ ഒരു സമയത്ത് എഴുതിയ ടെക്സ്റ്റ് ബുക്ക് അല്ല. അപ്പം പ്രസന്റ്ലി ഇൻ സ്റ്റഡിങ് ഇൻ സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, കൗണ്ട് ചെയ്യാം. പക്ഷെ നേർന്ന് ഞാൻ എഴുതി എന്താണ്, എക്സ് ഈസ് എ സ്റ്റുഡൻറ് പ്രസന്റ്ലി സ്റ്റഡിങ് ഇൻ ബോത്ത് ക്ലാസ് 10 and 11. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് ക്ലാസ്സിലും ഒരുമിച്ചായിട്ട് പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റും കാണില്ല. അപ്പം എന്തായിരിക്കും, സെറ്റ് ബി കണ്ടെയ്ൻസ് നോ എലമെന്റ്. അപ്പം നമ്മൾ സെറ്റ് ബിൽഡർ മെത്തേഡിൽ ഉപയോഗിക്കുന്നു. അപ്പം ഇവിടെ എന്താണ് ഉപയോഗിക്കുന്നത്, ഒരു എലമെന്റ് പോലും ഇതിലില്ല. പക്ഷെ സെറ്റ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വെൽ ഡിഫൈൻഡ്. അപ്പം ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എം ടി സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, എന്താണ് എം ടി സെറ്റ്? എ സെറ്റ് വിച്ച് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി എലമെന്റ് ഈസ് കോൾഡ് എം ടി സെറ്റ്, നൾ സെറ്റ്, വോയിഡ് സെറ്റ്. അപ്പോൾ ഈ ഒരു ടേംസുമായിട്ട് എന്ത് ചെയ്യുക, പരിചയമായിട്ടിരിക്കുക. എന്താണ്, ഡസ് നോട്ട് കണ്ടെയ്ൻ എനി എലമെന്റ് കാൾഡ് എം ടി സെറ്റ് ഓർ നൾ സെറ്റ് ഓർ എന്താണ്, വോയിഡ് സെറ്റ്. ഓക്കെ, അടുത്തത് ബി ഈസ് എൻ എം ടി സെറ്റ് വൈൽ എ ഈസ് നോട്ട് ആൻ എം ടി സെറ്റ്. ഓക്കെ, എം ടി സെറ്റിനെ നമ്മൾ ഫൈ എന്ന്, ഇതൊരു ഗ്രീക്ക് ലെറ്റർ ആണ്, ഫൈ എന്ന രീതിയിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഇതിനെ നമ്മൾ ഫൈ എന്ന് വിളിക്കും. ഓക്കെ, നമ്മൾ ആൽഫ ബീറ്റ ഗാമ എഴുതുന്ന പോലെ തന്നെ ഫൈ. ഓക്കെ, ഫൈ, PHI, ഫൈ എന്ന് നമ്മൾ പറയും. ഓക്കെ, അതുപോലെ അല്ലെങ്കിൽ ഏതാണ്, കേർലി ബ്രാക്കറ്റ് ഉപയോഗിച്ച് പറയുക. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എം ടി സെറ്റിന് എക്സാമ്പിൾ ആണ്. ശ്രദ്ധിക്കുക, സെറ്റ് എ 1നും 2നും ഇടയ്ക്ക് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ. 1നും 2നും ഇടയ്ക്ക് വേണം, പിന്നെ എന്താണ്, നാച്ചുറൽ നമ്പർ വേണം. ഒബ്വിയസ്ലി എന്താണ്, എം ടി സെറ്റ് ആണ്. എന്താണ്, 1നും 2നും ഇടയ്ക്ക് വേറെ നാച്ചുറൽ നമ്പർ ഇല്ല. അതിനിടയ്ക്ക് എന്താണ്, നോ നാച്ചുറൽ നമ്പർ. അടുത്ത എന്താണ്, എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 2 ഈക്വൽ ടു 0. എക്സ് ഈസ് എ റാഷണൽ നമ്പർ. എന്താണ്, ബി ഈസ് എ സെറ്റ് ഓഫ് ഓൾ എക്സ് വെയർ എക്സ് സ്ക്വയർ മൈനസ് 2 ഈക്വൽ ടു 0. എക്സ് ഈസ് എ റാഷണൽ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ P/Q എന്നുള്ള രീതിയിൽ എഴുതാവുന്നതാണ്. ബി ഈസ് ആൻ എം ടി സെറ്റ് ബിക്കോസ് എന്താണ്, ഡസ് നോട്ട് സാറ്റിസ്ഫൈ എനി റാഷണൽ വാല്യൂ. അതായത് എക്സ് സ്ക്വയർ മൈനസ് 2. ഇപ്പം നിങ്ങളിപ്പോൾ രണ്ടാമത്തെ കേസ് എടുക്കുകയാണെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് 2 ഈക്വൽ ടു 0. സോൾവ് ചെയ്ത് എന്ത് കിട്ടും, എക്സ് സ്ക്വയർ ഈക്വൽ ടു 2, എക്സ് ഈക്വൽ ടു √2. ഇതെന്താണ്, നോട്ട് ഈക്വൽ ടു റാഷണൽ നമ്പർ. നോട്ട് ഈക്വൽ ടു റാഷണൽ നമ്പർ. ഇതെന്താണ്, ഇറാഷണൽ നമ്പറാണ്. P/Q എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റാത്ത ഇറാഷണൽ നമ്പറാണ്. അതുപോലെ തന്നെ വേറൊരു സെറ്റ്, എക്സ് ഈസ് ആൻ ഈവൻ പ്രൈം നമ്പർ ഗ്രേറ്റർ ദാൻ 2. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നതിന് എന്താണ്, ഈവനും പ്രൈമും കൂടെ ഒരിക്കലും ആവുകയില്ല. കാരണം ഈവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അതിന് എന്ത് കാണും, ഫാക്ടർ കാണും. അപ്പോൾ ഈ ഒരു ലൈൻ തന്നെ മേക്ക് സെൻസ് ചെയ്യുന്നില്ല. അതായത് ഈവൻ പ്രൈം നമ്പർ ഗ്രേറ്റർ ദാൻ 2. അതായത് 2 എന്ന് പറയുന്ന ഒറ്റ നമ്പർ മാത്രമേ ഉള്ളൂ, എന്താണ്, ഈവനുമാണ് പ്രൈമുമാണ്. അതിന്റെ മീൻ എന്താണ് ഒരു പ്രൈം നമ്പർ എന്ന് പറയുന്നത്? പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ ആ നമ്പറും പിന്നെ എന്തായിരിക്കും, 1ഉം മാത്രമേ അതിൻ്റെ എന്താകത്തുള്ളൂ, ഫാക്ടർ ആകത്തുള്ളൂ. ഓക്കെ, ഇപ്പം നമ്മൾ പ്രൈം നമ്പർ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഇപ്പം മൂന്നാമത്തേല് പ്രൈം നമ്പർ എന്ന് പറയുന്നത് ഏതൊക്കെ ആയിരിക്കും? പ്രൈം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2, 3, 5, 7, 11 എക്സെട്ര. ഇതെല്ലാമാണ് എന്തെന്ന് പറയുന്നത് പ്രൈം നമ്പർ. അതിൻ്റെ പ്രത്യേകത എന്താണ്? only 1 and those number is the factor. Okay, now next one, D x square equal to 4, x is an odd എന്ന് പറഞ്ഞിട്ടുണ്ട്. This is an empty set. എന്തുകൊണ്ടാണ് x square equal to 4 നമുക്ക് ഒരിക്കലും odd സൊല്യൂഷൻ വരികയില്ല. അപ്പം ഇതെല്ലാമാണ് empty സെറ്റിന് എന്തെന്ന് പറയുന്നത്, ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, അടുത്തത് ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് സെറ്റ്. ഓക്കെ, എ എന്ന് പറയുന്നത് എത്രയാണ്? 1, 2, 3, 4, 5. ബി എന്ന് പറഞ്ഞാൽ ABCDEFG. അടുത്ത സി എന്ന് പറയുന്നത് എന്താണ്? മെൻ ലിവിങ് പ്രസന്റ്ലി ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് വേൾഡ്. അപ്പം ഈ എ എന്ന് പറയുന്നതിൽ എത്ര എലമെന്റ് ഉണ്ട്? 5 എലമെന്റ്. ബി എന്ന് പറയുന്നതിൽ എത്ര എലമെന്റ് ഉണ്ട്? 5 എലമെന്റ്. സി എന്നുള്ളത് മെൻ ലിവിങ് എന്ന് പറഞ്ഞാൽ ബോത്ത് മെന്നും വുമണും വരും. ഓക്കെ, അവിടെ എന്തായിരിക്കും? അവിടെ ഒരു 7 ബില്യൺ വരും. കാരണം എന്തുകൊണ്ടാണ്? വളരെ വളരെ ഹൈ ആണ്. കാരണം എന്തുകൊണ്ടാണ്? ഇവിടെ 5 നമ്മളിപ്പോൾ കൗണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഫൈനൈറ്റ് നമ്പർ അല്ല. ഓക്കെ അല്ലേ? അതായത് വളരെ വളരെ 5നെ വിത്ത് റെസ്പെക്ട് ടു 7 ബില്യൺ പീപ്പിൾ, അതായത് വേൾഡിലെ ടോട്ടൽ ആൾക്കാർ എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. അപ്പൊ നമുക്കിവിടെ എന്ത് പറയാം? എ കണ്ടെയ്ൻ 5 എലമെന്റ്, ബി കണ്ടെയ്ൻ 6 എലമെന്റ്. പക്ഷെ സിയിൽ എത്രയുണ്ട്? നമുക്ക് വളരെ ലാർജ് ആണ്. ഓക്കെ, അപ്പൊ സിയിലെ എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7B. അപ്പൊ നമുക്ക് ബി എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അതായത് ബി മീൻസ് ബില്യൺ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം?
ബൈ നമ്പർ ഓഫ് എലമെന്റ് എ സെറ്റ് എന്തായിരിക്കും എന്താണ് നമ്മൾ മീൻ ചെയ്തത്? നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്ട് എലമെന്റ് ഓഫ് ദി സെറ്റ് ആൻഡ് വി ഡിനോട്ട് എൻ ഓഫ് എസ്. അതായത് ഓരോ വ്യത്യസ്ത എലമെന്റ്, ഓരോ ആൾക്കാരും വ്യത്യസ്തമാണ്, അതുകൊണ്ടാണ്. അതുപോലെ ഓരോ നമ്പറും വ്യത്യസ്തമാണ് ഈ ഒരു സെറ്റിൽ. അതിനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്? ഡിസ്റ്റിങ്ക്ട് എലമെന്റ് കൊണ്ട് എന്തിരിക്കുന്നത് ഉദ്ദേശിച്ചിരിക്കുന്നത്. ദെൻ എസ് ഈസ് എ എന്താണ്? നോൺ എം ടി ഫൈനൈറ്റ് സെറ്റ്. ഓക്കെ, ഇഫ് എൻ ഓഫ് എസ് ഈസ് എ നാച്ചുറൽ നമ്പർ. എന്താണ് എൻ ഓഫ് എസ് എന്ന് പറയുന്ന നാച്ചുറൽ നമ്പർ? നാച്ചുറൽ നമ്പറിൽ സീറോ വരുന്നില്ല. ഓക്കെ അല്ലേ? അതായത് സീറോ ഒരിക്കലും വരില്ല. എന്താണ്? നോൺ എം ടി ഫൈനൈറ്റ് സെറ്റ്. ഓക്കെ, എന്താണ് നാച്ചുറൽ നമ്പർ? നാച്ചുറൽ നമ്പർ എന്നിൽ വരുന്നത് സീറോ ഒരിക്കലും വരുന്നില്ല. 1 2 3 4 എക്സെട്ര. അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്? നാച്ചുറൽ നമ്പറിന്റെ സിമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത്? എൻ. അതിനെ നമ്മൾ നോൺ എം ടി ഫൈനൈറ്റ് സെറ്റ് എന്ന് വിളിക്കുന്നത്. എന്താണ്? ഇഫ് എൻ ഓഫ് എസ് എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്ട് എലമെന്റ് ഓഫ് എ സെറ്റ് എൻ ഓഫ് എസ്. എൻ ഓഫ് എസ് ഇസ് എ നാച്ചുറൽ നമ്പർ. എസ് എന്താണ്? നോൺ എം ടി ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ കൺസിഡർ ദ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നാച്ചുറൽ നമ്പർ എന്നുള്ള സെറ്റ് കൺസിഡർ ചെയ്യാണ്. നമ്പർ ഓഫ് എലമെന്റ് ഓഫ് ദിസ് ഈസ് നോട്ട് ഫൈനൈറ്റ്. എന്തായിരിക്കും? ഇൻഫൈനൈറ്റ് നമ്പർ ആണ്. നമ്മൾ 4 5 6 മില്യൺ തീരില്ല, ബില്യൺ എണ്ണിയാലും തീരില്ല, ട്രില്യൺ, അതായത് നമ്മൾ എഴുതി എണ്ണി 10 ലക്ഷം എത്തുന്നു. അതാണ് എന്തെന്ന് പറയുന്നത്? മില്യൺ. ഓക്കെ, നമ്മൾ എണ്ണി എത്ര എത്തുന്നു? 100 കോടി എത്തുന്നു. ഓക്കെ, അതാണ് എത്രയാ? ബില്യൺ. എണ്ണി നമ്മൾ എത്ര എത്തുന്നു? അതാണ് നമ്മുടെ ഏതാണ്? 10⁻12 എത്തുന്നു. അതാണ് നമ്മുടെ ട്രില്യൺ. ഓക്കെ, നമ്മൾ ഇതുവരെ ട്രില്യൺ വരെയൊക്കെ എന്ത് ചെയ്തിട്ടുള്ളൂ? ഇപ്പം നമ്മളിപ്പോൾ എക്കണോമിയുടെ സൈസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇത്തിരി മണ്ടലോട്ട് നമ്മൾ ഇതുവരെ സാധാരണ കൗണ്ട് ചെയ്ത് പോലും നമ്മൾ പോകേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇപ്പം നമ്മുടെ സെർവർ, ഗൂഗിളിന്റെ സെർവർ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മില്യൺ ആ ഒരു റേഞ്ചിലേ ഉള്ളൂ. ഓക്കെ, ഗൂഗിളിന്റെ അതായത് മെമ്മറിയുടെ കപ്പാസിറ്റി അത് ട്രില്യൺ GB കപ്പാസിറ്റിയിൽ എത്തിയിട്ടുള്ളൂ. അപ്പം ഏതാണ്? ഇന്ത്യയുടെ GDP $2 ട്രില്യൺ ആ ഒരു കപ്പാസിറ്റിയിൽ എത്തിയിട്ടുള്ളൂ. അല്ലെങ്കിൽ GDP രൂപയിൽ എഴുതുവാണെങ്കിൽ 165 ട്രില്യൺ റുപ്പി. ഈ ട്രില്യൺ എന്ന് പറഞ്ഞാൽ ലാക്രോ. അപ്പൊ പക്ഷേ ഇവിടെ കൊണ്ട് നമ്പർ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? തീരുന്നില്ല. ഇതങ്ങ് എന്ത് ചെയ്യുന്നു? കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിനെയാണ് നമ്മൾ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് നാച്ചുറൽ എലമെന്റ്. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് വിളിക്കുന്നു. അപ്പൊ നമ്മൾ എൻ ഓഫ് എ 5 എന്ന് വിളിക്കുന്നു, എൻ ഓഫ് ബി എ 6 എന്ന് വിളിക്കുന്നു, എൻ ഓഫ് സി എ സം എന്ത് ചെയ്യുന്നു? ചിലപ്പോൾ നമ്മൾ ഒരു ഫൈനൈറ്റ് നമ്പർ. ഓക്കെ അല്ലേ? കാരണം എന്തുകൊണ്ടാണ് ഇത് ഫൈനൈറ്റ് നമ്പർ ആകാൻ കാരണം? ഇതൊരിക്കലും വളരെ ലാർജ് അല്ല. എന്തുകൊണ്ടാണ്? 7 ബില്യൺ എന്ന് പറയുന്നത് കൊണ്ട് ഇവിടെ കൊണ്ട് തീർന്നു. 10⁻, ഏതുകൊണ്ടാണ്? 9 കൊണ്ട് തീർന്നു. പക്ഷേ നമ്പർ ആണ് ചോദിച്ചിരിക്കുന്നെങ്കിൽ അതങ്ങ് കണ്ടിന്യൂ ചെയ്യുന്നു. ഇതാണ് ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് സെറ്റിന്റെ നമ്പറിന്റെ എന്ത്? ഓക്കെ, അപ്പൊ അതായത് എ സെറ്റ് വിച്ച് ഈസ് എം ടി ഓർ കൺസിസ്റ്റ് ഓഫ് ഡെഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ് ഈസ് കോൾഡ് ഫൈനൈറ്റ്. അല്ലെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് പറയുന്നു? ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നു. ഓക്കെ, ഇപ്പൊ ഡേയ്സ് ആണെങ്കിൽ അതാണ് ലെറ്റ് W is the set of days of a week. W is finite. എന്തുകൊണ്ടാണ്? 7 ദിവസമേ ഉള്ളൂ. S be the set of solution of the equation x square minus 16. ഫൈനൈറ്റ് ആണ്. എന്തുകൊണ്ട്? x square minus 16 0. എക്സിന്റെ വാല്യൂ +or -4. G be set of points on a line. G എന്താണ്? ഇൻഫൈനൈറ്റ്. നമുക്ക് ഒരുപാട് പോയിന്റ് ഇതിനുള്ളിൽ എന്ത് ചെയ്യാം? വരയ്ക്കാം. When we represent a set in the roster form, we write all the elements of the set within braces. It is not possible to write all the elements of an infinite set within braces. എന്താണ്? Because the number of elements on such a set is not finite. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? So we represent some infinite set. എന്തായിരിക്കും? Infinite set എന്തായിരിക്കും? In the roster form by writing few elements which clearly indicate the structure of the set follow. Okay, പിന്നെ എന്ത് ചെയ്യും? 3 ഡോട്ട്. അപ്പം ആദ്യമേ കുറച്ച് എലമെന്റ് എഴുതും. എന്താണ്? writing few element which clearly indicate the structure. അതായത് 1 2 3 dot dot നാച്ചുറൽ നമ്പർ ആയിരിക്കും. സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. 1 3 5 7 സെറ്റ് ഓഫ് ഓഡ് നമ്പേഴ്സ്. -3 -2 എന്തായിരിക്കും? സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സ്. ശ്രദ്ധിക്കുക, 1 2 3 ഡോട്ട് 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 ഇത് കാണുമ്പോഴേ ഒരു പാറ്റേൺ കാണുമ്പോഴേ 4 5 6 എന്നായിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നത്. അതെന്തായിരിക്കും? നാച്ചുറൽ നമ്പർ ആയിരിക്കും. 1 3 5 7 കണ്ടാലറിയ ഓഡ് നമ്പർ ആണ്. സെറ്റ് ഓഫ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, -3 -2 -1 എന്താണ്? സെറ്റ് ഓഫ് ഓ ഇൻഡിജേഴ്സ്. ഓൾ ദീസ് ആർ എന്താണ്? ഫൈനൈറ്റ് എന്ന് നമ്മൾ പറയുന്നു. ഓക്കെ, എന്താണ്? all infinite set cannot be described in rotor form. എന്താണ്? For example, set of real numbers cannot be described in a form because the elements do not follow any particular pattern. അതായത് റിയൽ നമ്പറിനെ നമുക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ എഴുതുന്നതിന് വേണ്ടിയിട്ട് സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഏതാണ്? സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതത്തുള്ളൂ. കാരണം നാച്ചുറൽ നമ്പറിന് ഒരു പാറ്റേൺ ഉണ്ട്, ഇൻറ്റിജറിന് ഒരു പാറ്റേൺ ഉണ്ട്, ഓഡ് നമ്പറിന് ഒരു പാറ്റേൺ ഉണ്ട്, ഈവൻ നമ്പറിന് ഒരു പാറ്റേൺ ഉണ്ട്. പക്ഷേ റിയൽ നമ്പറിന് അങ്ങനെ ഒരു പാറ്റേൺ ഇല്ല. ഓക്കെ, അടുത്തത് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഈക്വൽ സെറ്റ്. ഓക്കെ, എന്താണ് ഈക്വൽ സെറ്റ്? നെക്സ്റ്റ് ടോപ്പിക് എന്താണ് ഈക്വൽ സെറ്റ്? Given two set A and B, if every element of A
is also an element of B, and if every element of B also an element of A, then A and B are said to be equal. Okay, എന്താണ് every element of A is an element of B and every element of B is an element of A. അതാണ് അതിന്റെ എന്ത് ഡെഫിനിഷൻ. അതായത് two set A and B are said to be equal if they are exactly the same element and we write A equal to B. Otherwise നമ്മൾ എന്ത് എഴുതും? unequal. കൺസിഡർ ദ എക്സാമ്പിൾ. ഏതാണ്? സെറ്റ് എ 1 2 3 4, സെറ്റ് ബി 3 1 4 2. ഒരു വ്യത്യാസമില്ല, നമ്മൾ എന്ത് എഴുതും? A equal to B. അടുത്ത എന്താണ്? A is a set of prime numbers less than 6. P is a set of prime factors of 30. A and P equal. എന്തുകൊണ്ടാണ്? ശ്രദ്ധിക്കുക, A is a set of prime numbers less than 6. ഓക്കെ, പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 6 എന്ന് പറയുന്നത് ഏതൊക്കെയായിരിക്കും? അപ്പം അങ്ങനെ നമ്മൾ ഇവിടെ എടുത്തെഴുതുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഈ A ആണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, ഈ A ഇവിടെ എഴുതുകയാണെങ്കിൽ സെറ്റ് ഓഫ് പ്രൈം നമ്പർ ലെസ് ദാൻ 6 ഏതൊക്കെയായിരിക്കും? 2 ആണ് പ്രൈം നമ്പർ ആണ്, 3 പ്രൈം നമ്പർ ആണ്, ഓക്കെ, 5 പ്രൈം നമ്പർ ആണ്. ഇതെല്ലാം ലെസ് ദാൻ 6 ആണ്. അടുത്ത P is the set of prime factors of 30. എന്തായിരിക്കും? P എന്ന് പറയുന്നത് എന്താണ്? പ്രൈം ഫാക്ടേഴ്സ് ഓഫ് 30 എന്നാണ്. പ്രൈം ഫാക്ടേഴ്സ് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? ഇപ്പം ഞാനിപ്പോൾ 30 എന്നുള്ളൊരു നമ്പർ എടുത്തിട്ടുണ്ട്. 30 ഞാൻ എങ്ങനെയാണ് ഫാക്ടറൈസ് ചെയ്യുന്നത്? 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? 2 times 3 times 5 എന്ന് എഴുതാം. അതായത് ഏതൊരു നമ്പറിനെ നമുക്ക് ഇങ്ങനെ പ്രൈം നമ്പറിന്റെ ഫാക്ടർ എഴുതുക എന്നുകൊണ്ടാണ് 2 times 3 times 5. അതായത് ഇനി ഇതിൽ കൂടുതൽ ഇതിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഫാക്ടറൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പറ്റത്തില്ല. എന്താണ്? P is the set of prime factors, അതായത് ഫാക്ടർ ആയിരിക്കണം, പ്രൈമും ആയിരിക്കണം, ഓഫ് 30. അങ്ങനെയാണെങ്കിൽ P എന്ന് പറയുന്ന സെറ്റ് ഏതൊക്കെ ആയിരിക്കും? വേറൊരു നമ്പറും വരുവല്ല. 2 3 5. ഓക്കെ, since 2, 3, 5 are only prime factors of 30 less than 6 ആണ്. അപ്പൊ നമുക്കിവിടെ എന്ത് എഴുതാം? എയും പിയും എന്താണ്? ഈക്വൽ ആണ്. ഓക്കെ, അടുത്തത് സെറ്റ് ഡസ് നോട്ട് ചേഞ്ച് ഇഫ് വൺ ഓർ എലിമെന്റ് ഓഫ് സെറ്റ് ആർ റിപ്പീറ്റഡ്. എന്താണ്? എ എന്ന് പറയുന്നത് 1 2 3, ബി എന്ന് പറയുന്നത് 2 2 1 3 ആർ സ്റ്റിൽ ഈക്വൽ ആണ്. എന്തുകൊണ്ടാണ്? ഇവിടുത്തെ എലമെന്റ് എല്ലാം സെയിം ആണ്. നമ്മളിവിടെ റിപ്പീറ്റേഷൻ ഇവിടെ 1 2 3 വരും, 2 2 ഉണ്ട്, 2 3 ഉണ്ടെന്ന് വ്യത്യാസമുള്ളൂ. എ സെറ്റ് ഡസ് നോട്ട് ചേഞ്ച് ഇഫ് വൺ ഓർ മോർ എലിമെന്റ് എന്താണ്? റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഒരിക്കലും മാറ്റം വരുന്നില്ല.